ഞങ്ങൾ നേരത്തെ അന്വേഷിച്ചു വന്നിരുന്നു. അപ്പോൾ ഗോകുലും സച്ച സാർ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് അനുവിന്റെ വീട്ടിൽ പോയിരിക്കായിരുന്നു. ഗോകുൽ എവിടെ പോയിരിക്കുക? ഞാനും വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാനും വിളിച്ചിരുന്നു, കിട്ടിയില്ല. അവന്റെ കാര്യം അറിയാലോ, മിക്കവാറും ഏതെങ്കിലും തിരക്കിൽ നിൽക്കുമായിരിക്കും. പിന്നെ ഞങ്ങൾ പഞ്ചരത്നത്തിൽ പോയിരുന്നു, അതാ ഇവിടെ ഇല്ലാതിരുന്നേ. മാഷിനെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയതാ. അങ്ങോട്ട് വന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞേയില്ലായിരുന്നു. അതെ, അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ കാണായിരുന്നു അല്ലേ? അതങ്ങനെ നോക്കണ്ട. ഇതിപ്പോ ഒരു ജോലിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ വന്നേ. അത് ഇവിടെ ഒന്ന് സംസാരിക്കുന്ന നല്ലത്. അല്ല, നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും നോക്കണ്ട രഘു. രഘുവിന്റെ ജോലിയുടെ കാര്യം ഞാനും ഗോകുലും സംസാരിച്ചിരുന്നു. അത് നമുക്ക് ശരിയാക്കാം. രഘു ചെയ്തിരുന്ന ജോലി തന്നെ ചെയ്യാൻ പറ്റിയേക്കും. അതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ദുബായിൽ എന്തോ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യേ, രഘു അടുത്ത മാസം തൊട്ട് ഓഫീസിൽ കയറാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്തോളൂ. ഇപ്പോഴാ ശരിക്കും സമാധാനമായത്. അതെ സാർ, ഇപ്പോ ജോലിയൊന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ ജീവിത ചെലവൊക്കെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പുറം അതും സത്യമാണ്. ജോലി ഇവിടെ ആകുമ്പോ താമസിക്കാനൊരു സ്ഥലം നോക്കണ്ടേ? പോയി വരാനൊക്കെ പാടല്ലേ? വേണം, ഒരു വാടക വീടെടുത്ത് ഇങ്ങോട്ടേക്ക് മാറാം. നിങ്ങളുടെ നേരത്തെ താമസിച്ചിരുന്ന നമ്മുടെ വീട് ഒഴിഞ്ഞു കിടക്കുക. അവിടെ നിലവിലാരും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അവിടെ താമസിക്കാം. അത് നമുക്ക് നോക്കാം. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ശരി, എന്തെങ്കിലും ഇറങ്ങട്ടെ സാറേ.